നമുക്കറിയാം ഉലുവ ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്ന്. ഉലുവ മാത്രമല്ല, ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ഉലുവ ഇലയും. കേരളീയർ അധികം ഉപയോഗിക്കാറില്ലെങ്കിലും നോർത്ത് ഇന്ത്യൻ പാചക രീതിയിൽ ഉലുവ ഇല ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ചും ഉണക്കിയ ഉലുവ ഇല. കസൂരി മേത്തി എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. പയർവർഗ്ഗ കുടുംബത്തിൽപ്പെട്ട ഉലുവ ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഇലകൾ ശക്തമായ സുഗന്ധവും കൈപ്പേറിയ രുചിയുമുള്ളതിനാൽ കസൂരി മേത്തി പ്രശസ്തമാണ്. മേത്തിക്കും കസൂരി മേത്തിക്കും പോഷകമൂല്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഉണക്കൽ പ്രക്രിയയ്ക്ക് വിധേയമായതിനാൽ കസൂരി മേത്തിയിൽ മേത്തിയെ അപേക്ഷിച്ച് 83 തൊട്ട് 85% വരെ വിറ്റമിൻ സി കുറവാണ്. മേത്തിയും കസൂരി മേത്തിയും തമ്മിലുള്ള മറ്റൊരു പ്രധാന വ്യത്യാസം സുഗന്ധത്തിലും രുചിയിലുമാണ്. കസൂരി മേത്തിയിൽ ശക്തമായ മണവും രുചിയും അടങ്ങിയിരിക്കുന്നു. മിക്ക ആളുകളും പാചകത്തിൽ ഇത് ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, ഒരാൾക്ക് കസൂരി മേത്തി വളരെ കാലം സൂക്ഷിക്കാം. മറുവശത്ത് പുതിയ മേത്തി പെട്ടെന്ന് കേടാകുന്നു. പഞ്ചാബിലെ കസൂർ പ്രദേശത്താണ് കസൂരി മേത്തി വ്യാപകമായി വളരുന്നത്. അതിനാലാണ് അതിന് ആ പേര് ലഭിച്ചത്. ഇനി നമുക്ക് ഈ കസൂരി മേത്തിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. വീക്കം കുറയ്ക്കാനും ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി നടക്കാനും സഹായിക്കുന്ന ഒന്നാണിത്. കാൽസ്യം സമ്പുഷ്ടമായ കസൂരി മേത്തി മഗ്നീഷ്യം അടങ്ങിയ ഒന്നാണ്. ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. കാൽസ്യം ശരീരം വലിച്ചെടുക്കാൻ മഗ്നീഷ്യം ഏറെ അത്യാവശ്യമാണ്. തണുപ്പുള്ള കാലാവസ്ഥയിൽ കഴിക്കാവുന്ന മികച്ചൊരു ഭക്ഷണ വസ്തുവാണിത്. നമ്മുടെ ശരീരത്തിന് ചൂട് നൽകാനായിട്ട് ഇത് സഹായിക്കും. തണുപ്പ് കാലത്ത് പലർക്കും സന്ധിവേദന പതിവാണ്. ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് കസൂരി മേത്തി. ഇതുപോലെ ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ ഇതേറെ ഗുണകരമാണ്. ദഹനക്കേടിനും വയർ വന്ന് വീർക്കുന്നതിനും ഇത് നല്ലൊരു പരിഹാരമാണ്. ഇതിലെ നാരുകളാണ് ഈ ഗുണം നമുക്ക് നൽകുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനം കൃത്യമായി നടക്കാൻ കസൂരി മേത്തി ഏറെ ഗുണകരമാണ്. ഇത് രക്തത്തിലെ ഷുഗർ തോത് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണിത്. ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ വിശപ്പ് നിയന്ത്രിച്ച് നിർത്താൻ ഏറെ ഗുണകരമാണ്. ഇതിൽ കലോറി കുറവാണ് അടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ തടി കുറയാനായിട്ട് സഹായിക്കും. രക്തത്തിലെ ഷുഗറിൻ്റെ തോത് കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനും ഇതേറെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും കസൂരി മേത്തി ഏറെ ഗുണകരമാണ്. ഇതിൽ ധാരാളം ന്യൂട്രിയൻറ്റുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ ചർമ്മത്തിന് സ്വാഭാവിക ഈർപ്പം നൽകാനായിട്ട് സഹായിക്കും. ചർമ്മത്തിന് തിളക്കം നൽകാനായിട്ട് സഹായിക്കും. കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്കും കസൂരി മേത്തി നല്ലൊരു പരിഹാരം തന്നെയാണ്. ഇത് നമ്മുടെ ശ്വസനം സുഖകരമാക്കാനായിട്ട് സഹായിക്കും. നെഞ്ചിലെ കഫക്കെട്ട് ഒഴിവാക്കാനും ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനും ഒക്കെ കസൂരി മേത്തി നല്ലതാണ്. ഗ്യാസ്ട്രിക് ഡിസോർഡറുകൾ തടയാനും നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും കിഡ്നിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഒക്കെ ഏറെ നല്ലതാണ് ഈ കസൂരി മേത്തി. നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും നമ്മുടെ അസ്ഥിയുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നതിനും സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യം ഉറപ്പാക്കുന്നതിനും പുരുഷന്മാരുടെ ഫെർട്ടിലിറ്റി മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ ആയിട്ട് ഇത് ഏറെ സഹായിക്കും. ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നിരുന്നാലും അമിതമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദന, മലബന്ധം, വയറിളക്കം, തലവേദന, തലകറക്കം മുതലായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഗർഭാവസ്ഥയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് അവരുടെ ഉറപ്പോടുകൂടി മാത്രമേ ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. നമുക്കറിയാം ഉലുവ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമെന്ന്. എന്നിരുന്നാലും നിങ്ങൾ ഈ കസൂരി മേത്തി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഇതുണ്ടാക്കിയേക്കാം. അതിനാൽ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ ഡയബറ്റിക് പേഷ്യൻസ് ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ.